आज हम സർവനാം के बारे में बात करेंगे. ഇന്ന് നമ്മൾ സർവനാമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സർവനാം को इंग्लिश में प्रोनाउन कहते हैं. സർവനാമിനെ ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്നാണ് പറയുന്നത്. സർവനാം എന്താണെന്ന് ചോദിച്ചാൽ संज्ञा के स्थान पर प्रयुक्त विकारी शब्द को सर्वनाम कहते हैं. संज्ञा के स्थान पर प्रयुक्त विकारी शब्द को सर्वनाम कहते हैं. സംജ്ഞയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാം എന്ന് പറയുന്നത്. സംജ്ഞ എന്താണെന്ന് ചോദിച്ചാൽ വഹ एक व्यक्ति, വസ്തു, സ്ഥാൻ ആദി കാ നാം ഹോ സക്താ ഹൈ. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞ. उस नाम के बदले जिस वाक्य का प्रयोग होता है उसे സർവനാം कहते हैं. ആ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാം എന്ന് പറയുന്നത്. तो हिंदी में സർവനാം कौन कौन से हैं? ഏതൊക്കെ സർവനാമങ്ങൾ ഹിന്ദിയിലുണ്ടെന്ന് നമുക്ക് നോക്കാം. पहला സർവനാം है मैं. मैं എന്നത് ഹിന്ദിയിലെ ഒരു സർവനാമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. അഗ്ലാ സർവനാം ഹെ ഹം. ഹം എന്ന സർവനാമിൻ്റെ അർത്ഥം നമ്മൾ, ഞങ്ങൾ എന്നെല്ലാമാണ്. തു. തു എന്ന സർവനാമിൻ്റെ അർത്ഥം നീ എന്നാണ്. അടുത്ത സർവനാമാണ് തും. തും എന്ന സർവനാമിൻ്റെ അർത്ഥം നിങ്ങൾ എന്നാണ്. അഗ്ലാ സർവനാം ഹെ യഹ്. യഹ് എന്ന സർവനാമിൻ്റെ അർത്ഥം ഇത്, ഇവൻ, ഇവൾ എന്നെല്ലാമാണ്. एक से ज़्यादा व्यक्ति हो, वस्तु हो तो यह ये के रूप में बदलता है. ഒന്നിലധികം വ്യക്തികളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കുമ്പോൾ യഹ് യേ ആയി മാറുന്നു. യേ എന്നതും ഒരു സർവനാമാണ്. അതിൻ്റെ അർത്ഥം ഇവർ എന്നാണ്. അഗ്ലാ സർവനാം ഹെ വഹ്. വഹ് എന്ന സർവനാമിൻ്റെ അർത്ഥം അത്, അവൻ, അവൾ എന്നെല്ലാമാണ്. एक से ज़्यादा व्यक्ति या वस्तु हो तो वह वे के रूप में बदलता है. ഒന്നിലധികം വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ വഹ വേയായി മാറുന്നു. വേ എന്ന സർവനാമിൻ്റെ അർത്ഥം അവർ എന്നാണ്. അഗ്ലാ സർവനാം ഹെ ആപ്. ആപ് എന്ന സർവനാമിൻ്റെ അർത്ഥം സ്വയം എന്നോ താങ്കൾ എന്നോ ഒക്കെയാണ്. കോൻ എന്ന സർവനാമിൻ്റെ അർത്ഥം ആര് എന്നാണ്. കോയി എന്ന സർവനാമിൻ്റെ അർത്ഥം ആരോ എന്നാണ്. ക്യാ എന്ന സർവനാമിൻ്റെ അർത്ഥം എന്ത് എന്നാണ്. और आखिरी സർവനാം है जो सो. ജോ സോ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചില സമയത്ത് പറയാറുണ്ട് അത്, ഇത് എന്നൊക്കെ. ഇതിനെയാണ് ഹിന്ദിയിൽ ജോ സോ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ. സർവനാം കെ 6 ഭേദ് ഹെ. സർവനാമങ്ങളെ 6ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. പുരുഷവാചക് സർവനാം, നിശ്ചയവാചക് സർവനാം, अनिश्चयवाचक सर्वनाम, निजवाचक सर्वनाम, संबंधवाचक सर्वनाम और प्रश्नवाचक സർവനാം. ഇതോരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. പുരുഷവാചക് സർവനാം. अगर कोई व्यक्ति अपने लिए या अपने साथ जो व्यक्तियां हैं उनके लिए
या फिर किसी और व्यक्ति या वस्तु के बारे में बात करता हो तो वहाँ पर पुरुषवाचक सर्वनाम होता है. ഒരു വ്യക്തി സ്വയം തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഒപ്പമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ പുരുഷവാചക് സർവനാമാണ് ഉപയോഗിക്കുന്നത്. പുരുഷവാചക് സർവനാമാണ് മേ, ഹം, തു, തും എന്നെല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മേ എന്ന് വെച്ചാൽ ഞാൻ, തു എന്ന് വെച്ചാൽ നീ, ഹം എന്ന് വെച്ചാൽ ഞങ്ങൾ, തും എന്ന് വെച്ചാൽ നിങ്ങൾ. ഇതാണ് പുരുഷവാചക് സർവനാമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് നിശ്ചയവാചക് സർവനാം. अगर किसी बात को या किसी व्यक्ति के बारे में, किसी वस्तु के बारे में हम यकीन के साथ कह सकते हैं तो वहाँ पर निश्चयवाचक सर्वनाम होता है. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അവിടെ നിശ്ചയവാചക് സർവനാം ഉപയോഗിക്കാവുന്നതാണ്. നിശ്ചയവാചക് സർവനാം के ഉദാഹरण है यह, ये, वह, वे. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. യഹ ഇതെന്നും ഇവനെന്നും ഇവളെന്നുമാണ് അർത്ഥം. അതിൻ്റെ ഒന്നിലധികം പേരുണ്ടെങ്കിൽ യഹ യേ ആയി മാറുന്നു. അതിൻ്റെ അർത്ഥം ഇവർ എന്നാണ്. വഹ എന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു. വഹ എന്ന വാക്കിൻ്റെ സർവനാമിൻ്റെ അർത്ഥം അതെന്നോ അവർ അവളെന്നോ അവനെന്നോ ആണ്. വഹ ഒന്നിലധികം പേരുണ്ടെങ്കിൽ വേ ആയി മാറുന്നു. അതിൻ്റെ അർത്ഥം അവർ എന്നാണ്. അപ്പം ഇതിന് നമ്മളൊരു ഉദാഹരണം നോക്കാം. നിശ്ചയവാചക് സർവനാം കെ ഉദാഹരൺ. യഹ മേരാ ദോസ്ത് ഹെ. ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. നമ്മളത് ഉറപ്പോടുകൂടി പറയുകയാണല്ലേ. അപ്പം അവിടെ യഹ എന്ന് ഉപയോഗിച്ചു നമ്മൾ. വഹ ഗാ രഹി ഹെ. അവൾ പാടുകയാണ്. അപ്പം അതും നമ്മൾ ഉറപ്പോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്. വഹ ഗാ രഹി ഹെ. അവൾ പാടുകയാണ്. യേ മേരെ ദാദാജി ഹെ. ഇദ്ദേഹം എൻ്റെ മുത്തച്ഛനാണ്. അപ്പം പ്രായത്തിൽ കൂടിയ ഒരാളും കൂടിയായാൽ നമുക്ക് യേ ഉപയോഗിക്കാം. ഓക്കെ. യേ മേരെ ദാദാജി ഹെ. ഇദ്ദേഹം എൻ്റെ മുത്തച്ഛനാണ്. വേ മേരെ ബഹനെ ഹെ. അവർ എൻ്റെ സഹോദരിമാരാണ്. ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അപ്പം വേ എന്ന സർവനാം നമ്മൾ ഉപയോഗിച്ചു. വേ മേരെ ബഹനെ ഹെ. അവർ എൻ്റെ സഹോദരിമാരാണ്. അടുത്തത് അനിശ്ചയവാചക് സർവനാം. നിശ്ചയവാചക് സർവനാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അനിശ്ചയവാചക് സർവനാം. हम यकीन के साथ कोई बात कह नहीं सकते. किसी व्यक्ति या वस्तु के बारे में हम यकीन के साथ नहीं कह सकते. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. അവരെക്കുറിച്ച് ഉറപ്പായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് അനിശ്ചയവാചക് സർവനാം ഉപയോഗിക്കുന്നത്. അനിശ്ചയവാചക് സർവനാം के ഉദാഹरण है कोई कुछ. ഒരു സെൻറ്റൻസിൽ നമ്മൾ കോയി ആരോ, കുച്ച് എന്തോ എന്നെല്ലാം കാണുകയാണെങ്കിൽ അവിടെ അനിശ്ചയവാചക് സർവനാമാണ്. അതായത് വഹ കോയി ആയാ ഹെ. അവിടെ ആരോ വന്നിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് ഉറപ്പില്ല. കോയി ആരോ വന്നിട്ടുണ്ട്. അത് ഉറപ്പില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അനിശ്ചയവാചക് സർവനാമാണ്. വഹ അപ്നെ സാത്ത് കുച്ച് ലായാ ഹെ. അവൻ തൻ്റെ കൂടെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. കുച്ച് എന്തോ.
എന്താണെന്ന് നമുക്ക് ഉറപ്പില്ല, എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉറപ്പില്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൽ കോയി, കുച്ച് എന്നെല്ലാം കാണുകയാണെങ്കിൽ അവിടെ അനിശ്ചയവാചക സർവനാമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അടുത്തത് നിജ് വാചക് സർവനാം. നിജ് വാചക് സർവനാം ഇത് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് പറയുമ്പോഴാണ് നിജ്വാചക് സർവനാം ഉപയോഗിക്കുന്നത്. അതിന് ഹിന്ദിയിൽ എക്സാമ്പിളാണ് ആപ്പ്. ആപ്പ് എന്നത് ഒരു നിജ്വാചക് സർവനാമാണ്. അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മേ അപ്നെ ആപ്പ് ആവുങ്ക, ഞാൻ തനിയെ വന്നുകൊള്ളാം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലേ, ഞാൻ തനിയെ പൊയ്ക്കൊള്ളാം, ഞാൻ തനിയെ കഴിച്ചുകൊള്ളാം, ഞാൻ തനിയെ വന്നുകൊള്ളാം എന്നെല്ലാം നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് നിജ്വാചക് സർവനാമായിട്ട് നമ്മൾ ഹിന്ദിയിൽ ആപ്പ് ഉപയോഗിക്കുന്നത്. മേ ആപ്പ് ആവുങ്ക, ഞാൻ തനിയെ വന്നുകൊള്ളാം. ഹം അപ്നെ ആപ്പ് പഠേംഗെ, ഞങ്ങൾ തനിയെ പഠിച്ചു കൊള്ളാം. ഏതൊരു സെൻറ്റൻസിലും നമ്മൾ ആപ്പ് എന്ന് കാണുകയാണെങ്കിൽ അത് നിജ്വാചക് സർവനാമാണ്. അഞ്ചാമത്തതാണ് സംബന്ധവാചക് സർവനാം. ये किसी व्यक्ति या वस्तु के बीच के संबंध को व्यक्त करते हैं. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നിടത്താണ് സംബന്ധവാചക് സർവനാം ഉപയോഗിക്കുന്നത്. संबंधवाचक सर्वनाम के लिए जो, सो आदि सर्वनामों का प्रयोग किया जाता है. ഒരു സെൻറ്റൻസിൽ നമ്മൾ ജോ, സോ എന്നെല്ലാം കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് സംബന്ധവാചക് സർവനാമാണെന്ന് പറയാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോ ആയാ ഹേ സോ മേരാ ഭായി ഹേ. ആരാണോ വന്നത് അതെൻ്റെ സഹോദരനാണ്, ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ജോ ആയേ ഹുവേ ഹേ സോ മേരെ പിതാജി ഹേ. ആരാണോ വന്നത് അതെൻ്റെ അച്ഛനാണ്. അപ്പം ഒരു ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമാണ് സംബന്ധവാചക് സർവനാം. അതൊരു സെൻറ്റൻസിൽ ജോ, സോ എന്ന രൂപത്തിലായിരിക്കും കാണാൻ കഴിയുന്നത്. അവസാനത്തെ സർവനാമാണ് പ്രശ്നവാചക് സർവനാം. പ്രശ്നവാചക് സർവനാം जिस प्रकार नाम है उसी प्रकार यहाँ पर सवाल पूछे जाते हैं. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രശ്നവാചക് സർവനാം, ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സർവനാമാണ് കോൺ, ആര്, ക്യാ, എന്ത്. കോൺ, ക്യാ, ആര്, എന്ത് എന്നെല്ലാം നമ്മൾ ഒരു സെൻറ്റൻസിൽ കാണുകയാണെങ്കിൽ അവിടെ പ്രശ്നവാചക് സർവനാം ഉണ്ടെന്ന് പറയാം. ഉദാഹരണം കോൺ ആയാ ഹേ, ആരാണ് വന്നത്. വഹ അപ്നെ സാത്ത് ക്യാ ലായാ ഹേ, അവൻ തൻ്റെ കൂടെ എന്താണ് കൊണ്ടുവന്നത്. കോൺ, ക്യാ എന്നെല്ലാം നമ്മൾ ഒരു സെൻറ്റൻസിൽ കാണുമ്പോൾ അവിടെ പ്രശ്നവാചക് സർവനാം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയുമാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ.